ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഫെസോസ് 4:22-24. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. നോമ്പുകാലം ഒരു രൂപാന്തരീകരണത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ അവസ്ഥകളിലൂടെയാണ് ഓരോ വ്യക്തികളും അനുദിനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളുടെ പിന്നാലെയുള്ള പ്രയാണത്തിലാണ് ഓരോ വ്യക്തികളും. ഈ അവസ്ഥയിൽ നിന്ന് തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി സ്വയം രൂപാന്തരപ്പെടുവാനുള്ള ഒരു ആഹ്വാനമാണ് ഓരോ നോമ്പുകാലവും നമുക്ക് നൽകുന്നത്. നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളും ദൈവകൃപ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന ആസക്തികളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവയെല്ലാം പരിത്യജിക്കുവാനും മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുവാനും സാധിക്കുകയുള്ളൂ. ആത്മനവീകരണത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായി മാറുവാനും പരമപരിശുദ്ധി തന്നെയായ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. യോഹന്നാൻ 3:5 യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അതിനാൽ പരിശുദ്ധാത്മാവാകുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് സ്വയം നവീകരിക്കപ്പെട്ട് പുതിയ സൃഷ്ടികളായി തീരുവാൻ ഈ നോമ്പുകാലം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.